ഞങ്ങളാരും പട്ടിപ്രേമികളല്ല. ഉള്ള കാര്യം തുറന്നു. ഞങ്ങളൊക്കെ താങ്കൾ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് പറയുന്നത് പോലെ ഞാനൊരു മൃഗ അവകാശ പ്രവർത്തകയാ. എന്നെ സംബന്ധിച്ച് മൃഗങ്ങളിലെ മനുഷ്യന്മാർക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശം പറഞ്ഞോട്ടെ സാറേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു മൃഗാവകാശ പ്രവർത്തക കുഴപ്പമൊന്നും. എന്റെ മൃഗാവകാശം ഈ ഉമ്മയുടെ പോലെ കണ്ണീര് വീഴുന്ന ആൾക്കാരുടെ ഞാൻ അതിലേക്കാ വരുന്നത്. ഞാനൊരു മൃഗാവകാശ പ്രവർത്തകയാണ്. എന്റെ മൃഗാവകാശ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ ലക്ഷ്യം വെക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തനത്തെ തന്നെയാണ്. അതായത് തെരുവിൽ നായുണ്ടെങ്കിൽ അവ ഒരു മനുഷ്യനെ കടിക്കാതിരിക്കുക, അത് വട്ടം ചാടി അപകടങ്ങൾ പറ്റാതിരിക്കുക. ഇതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ 25 വർഷമായി ദയാ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ ഇവിടെ സ്ഥാപിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ വൺ ഓഫ് ദ ഫൗണ്ടർ മെമ്പറാണ് ഞാൻ. ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പം ഈ മകള് മരിച്ച ഉമ്മ പറഞ്ഞ പോലെ തന്നെ കുട്ടിയാണെങ്കിലും പട്ടിയാണെങ്കിലും ഇവിടെ സംവിധാനം നേരാവണ്ണം പ്രവർത്തിക്കാത്തതാണ് ഈ പട്ടി ഇവിടെ പെരുകാനും കാരണം, കുട്ടിക്ക് കടിയേക്കാനും അത് മരിക്കാനും കാരണം. മേഡവും കരം കൊടുത്ത് ജീവിക്കുന്ന, ഞാനും കരം കൊടുത്ത് ജീവിക്കുന്ന. അപ്പൊ എന്റെ കുഞ്ഞിന് ഒരു പട്ടിയുടെ പേരിൽ ജീവൻ കളയേണ്ട ഒരു അവകാശം എന്റെ കുഞ്ഞിന് ഉണ്ടോ? ജീവിക്കുന്നത് മനുഷ്യനാണ്. ഈ സർക്കാരിനായാലും പട്ടിയെല്ലാം വോട്ട് ചെയ്യുന്നത് മനുഷ്യനാണ്. ഇപ്പൊ 2 മാസം കഴിഞ്ഞ് ഇലക്ഷൻ വരും. ഇവരെല്ലാം ആരെ മുന്നിലാ വന്ന് നിൽക്കുന്നത്? പട്ടിയുടെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. ഒരിക്കലും അല്ല, മനുഷ്യന്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എന്ത് വേണം? ജനങ്ങൾ തീരുമാനിക്കണം. ജനങ്ങൾ തീരുമാനിക്കണം.